നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ കാണുക തന്നെ വേണം. പലപ്പോഴും എൻ്റെ അടുത്ത് ചിലപ്പോൾ ആളുകൾ ഇഷ്യൂസുമായിട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട് അത് നാർസിസം അല്ല, പല വേരിയസ് അതർ ഫാക്ടേഴ്സ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഡയഗ്നോസ് ചെയ്യരുത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു നാർസിസിസ്റ്റിക് ട്രിക്കിനെ പറ്റി അല്ലെങ്കിൽ ടെക്നിക്കിനെ പറ്റിയാണ്. നാർസിസ്റ്റുകളെല്ലാം സെൽഫ് സെൻറ്റേർഡ് ആണ്, സെൽഫിഷാണ്. അവരുടെ ഒരു സെൽഫിലേക്ക് മാത്രമായിട്ടുള്ള അവർക്ക് ബെനിഫിറ്റ് ആകുന്ന ഒരു മോട്ടീവ് മാത്രമുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ സ്നേഹത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹമൊക്കെ അനുഭവിക്കുക. പക്ഷേ ഏത് വ്യക്തിയായാലും നമ്മളോട് ഏത് ബിഹേവിയർ കാണിച്ചാലും, ദേഷ്യം കാണിച്ചാലും, സ്നേഹം കാണിച്ചാലും, പരിഭവം കാണിച്ചാലും, അതല്ലെങ്കിൽ കൈൻഡ്നെസ് കാണിച്ചാലും ഒക്കെ നമ്മൾ അറിയണം വൈ ദിസ് പേഴ്സൺ ഈസ് ഡൂയിങ് ദിസ് ടു മീ എന്നുള്ളത്. കാരണം അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ വാല്യൂ എന്തുമാത്രമുണ്ട്, ഒരാൾ നമ്മളോട് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ വളരെ ഒതൻറ്റിക്കായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ നാർസിസിസ്റ്റുകൾ അവർക്ക് വേണ്ടി മാത്രം അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടേതായ രീതിയിൽ വേണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അവരുടെ എല്ലാ പ്രവൃത്തികളും നമ്മളോട് സ്നേഹമാണെങ്കിൽ അതിന് അവർക്കൊരു ഉദ്ദേശം കാണും. അവർക്ക് സ്നേഹമായിരിക്കാനായിരിക്കും അവർക്കിഷ്ടം. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നോ ആ ഒരു ബിലീഫിൽ നിന്നോ ഉണ്ടാകുന്നതല്ല അത്. അപ്പോൾ ഈ നാർസിസ്റ്റുകൾ പെരുമാറുന്ന പല രീതികളും പല സ്വഭാവ സവിശേഷതകളും ഇവർക്കുണ്ട്. അതിൽ ഒരെണ്ണമാണ് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള രീതി. വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്ന ഒരു വാക്കുകളാണ്, ഒരു ഫ്രേസാണത്. അവിടെ നമ്മൾ ഒരു കാര്യത്തെ മോശമാക്കിയിട്ട് അത് തനിക്ക് അനുകൂലമാക്കി ഇവരെടുക്കും. അങ്ങനെയാണ് അനുകൂലമാക്കി എടുക്കുന്നത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ അവർ മനുഷ്യരെ സ്വന്തമാക്കി അങ്ങ് എടുക്കുകയും ചെയ്യും. അവരുടെ കൂട്ടത്തിലങ്ങാക്കും. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ ഹീറോ കളിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുമ്പോൾ, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ളൊരു വിധേയത്വം ഫീൽ ചെയ്യും. നമുക്കൊരു അവരോട് നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ പറയും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, ഒരു കടപ്പാടൊക്കെ നമുക്കങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് ആ വ്യക്തിയോട്. അപ്പോൾ അതിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു നാർസിസിസ്റ്റ് ആണ് അത് നമ്മളോട് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രണയത്തിലൊക്കെ കാണാറുണ്ട്. വേറൊരാളുടെ പ്രണയിനിയെ തട്ടിയെടുക്കാനോ വേറൊരാളുടെ പ്രണയിക്കുന്ന ആണിനെ തട്ടിയെടുക്കാനോ ഒക്കെ ആയിട്ട് പലപ്പോഴും വെടക്കാക്കി തനിക്കാക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് നടക്കുന്നത് മിക്കവാറും ഈ പേരൻസ്, ഇൻലോസ് ഇവരുടെയൊക്കെ ഇടയിലാണ് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഇവർക്കൊരു മകന് അല്ലെങ്കിൽ മകളോട് ഇവർക്കൊരു താല്പര്യമുണ്ട്. ആ മകളെ അല്ലെങ്കിൽ മകനെ അവരുടെ ഗോൾഡൻ ചൈൽഡായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് മിൽക്കിംഗ് ചൈൽഡായിട്ടോ ഒക്കെ കാണുന്ന ഒരു പേരൻ്റ് ആയിരിക്കും. ഈ കുട്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇവനാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള രീതി. ചിലപ്പോൾ അതൊരു സ്കേപ്പ് ഗോട്ടഡ് ചൈൽഡുമായിരിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതത്തിലേക്കായിരിക്കും ഇവർ ഇറങ്ങി ചെല്ലുക. ഇവർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വിവാഹ ജീവിതമൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ചിലപ്പം വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ ഇവർ കണ്ടുപിടിക്കുന്ന പയ്യനോ അല്ലെ പെൺകുട്ടിയോ അത്ര നല്ല ആളുകളായിരിക്കില്ല. ഇത് നിങ്ങൾ വിചാരിക്കും ഒരു അപ്പനും അമ്മയും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിക്കും. നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്പനും അമ്മയും ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെ നമുക്കറിയാവുന്ന, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുഭവമുള്ളതും എനിക്കറിയാവുന്നതുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കണ്ടുപിടിക്കുന്ന ആളെ അവർക്കറിയാം അത്ര നല്ല ആളല്ല എന്നറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഈ വ്യക്തി ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇവരുടെ മകനോ മകൾക്കോ വളരെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യും, മകൻ്റെയോ മകളുടെയോ കൂടെ നിന്നുകൊണ്ട് ഇവരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നും. മകനോട് മകളും പറയും, നമുക്ക് ഈ ജീവിതം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അതങ്ങനെ ഞാൻ ചെയ്യാം, നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരെ കൂടെ നിന്നുകൊണ്ട് ആ വിവാഹ ജീവിതത്തെയും ഇവർ ഇല്ലാതെ ആക്കും. എന്നിട്ട് അപ്പം കൂടുതൽ ഈ വ്യക്തി നമ്മളിലേക്ക് അടുക്കും. അല്ലെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ എൻ്റെ കുട്ടി അനുഭവിക്കുന്നത്, ഇത്രയും അനുഭവം അവന് വന്നല്ലോ, ഞാൻ എന്നും പ്രാർത്ഥനയിലും ഞാൻ എന്നും ഇതിലുമാണ് എന്നൊക്കെ രീതിയിൽ ഇവരാക്കിക്കൊണ്ട് ഇവരോട് കൂടുതൽ അടുത്തിട്ട് ഈ വ്യക്തിയുമായിട്ട് ഇവരിങ്ങനെ കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് തുടങ്ങും. വളരെ നല്ല രീതിയിൽ ഇവർ കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് തുടങ്ങും. അപ്പം ഈ കുട്ടി ചിന്തിക്കുന്നതെല്ലാം, ഈ മകനോ മകളോ ചിന്തിക്കുന്നത്, എനിക്ക് വേണ്ടി മാത്രം ഇത്രയും എന്നെ സ്നേഹിക്കത്തെ, ഇത്രയും എന്നെ കരുതുന്ന, എന്നോട് ഇത്രയും കരുണയുള്ള, എന്നെ ഇത്രയും
എമ്പത്തറ്റിക് ആയിട്ടുള്ള, ഞാനെന്നുള്ള ജീവിതം എന്നെ പറ്റി മോനെ മോളെ എന്ന് തികച്ചു വിളിക്കാത്ത, അവർ വിളിക്കുന്ന കുഞ്ഞേ, കുട്ടി, മോനെ, മോളെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിളിക്കുന്നത്. പക്ഷെ ആ വിളിയിൽ അവർക്ക് വേണ്ടത് എന്തോ അതിനു വേണ്ടിയിട്ടാണ് അവരത് വിളിക്കുന്നത്. വളരെ സ്നേഹത്തിലും അവരുടെ മുഖഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. എന്നിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ ചങ്ക് പറയുന്ന വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് എന്നുള്ള രീതിയിലാണ് സ്വന്തം മക്കളുടെ കാര്യത്തെപ്പറ്റി പറയുന്നത്. പക്ഷെ ഇവർ തന്നെയാണ് ഇതിനൊരു വളം വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. ഇത് അവർ കല്യാണത്തിന് മുമ്പ് കണ്ടുപിടിക്കുന്ന ആൾ. ഇനി അതല്ലാതെ ഒരു കല്യാണം നടന്നാൽ പോലും ഇവർ ആ വിവാഹ ജീവിതത്തിൽ കയറി എടങ്കോലിട്ട് അതിനെ വെടക്കാക്കിയിട്ട് നല്ലപോലെ വെടക്കാക്കും. അതിനുള്ള എല്ലാ പണികളും ഇവർ ചെയ്യും. എന്നിട്ട് ഈ വെടക്കാക്കിയിട്ട് നമുക്ക് നമ്മുടെ ആളെ നമ്മുടെ കയ്യിലേക്ക് വേണം, നമ്മുടെ മകനെയോ മകളെയോ, അത് രണ്ടിലായാലും അവരങ്ങനെ ചെയ്യുന്നവരാണ്. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയും ഇനി അഥവാ അവർ വന്നില്ല, അതിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഞാനാണ് നിന്നെ കരുതുന്ന, നിനക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാം, എനിക്കങ്ങോട്ട് സഹതാപവും സ്നേഹവും അഴിഞ്ഞൊഴുകി പ്രാർത്ഥനകളും നേർച്ചകളും അങ്ങനെയാണ്, അങ്ങനെ എൻ്റെ മകൻ്റെ ജീവിതം അല്ലെ മകളുടെ ജീവിതം അത്രയും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് അവർ മാറി. അപ്പോൾ ആ കണക്ഷനെ അവർ കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ വെടക്കാകുന്നതുകൊണ്ട് തന്നെ ഈ ദമ്പതികൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് പോയി. പിന്നെ ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമ്മളെന്ത് പറയും, നമുക്കൊരിടത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും എവിടെ, അപ്പോഴായിരിക്കും നമുക്ക് ഇവിടുന്ന് ഭയങ്കര സൂത്തിക്കാൻ പറ്റും, എൻ്റെ കുഞ്ഞേ നീ എന്നും പറഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നത്. എന്നാലും നിനക്ക് അങ്ങനെ സംഭവിച്ചില്ല, അത് മറ്റേയാളെ അങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ അല്ല, നിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലുള്ള വിഷമങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കണ്ണുകൾ തുറന്നിരിക്കുക, കാതുകൾ തുറന്നിരിക്കുക. സ്വന്തം അച്ഛനും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസ് ആയിരിക്കാം, ഇവരൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനകത്ത് നമ്മൾ കാണേണ്ടത് കാണണം. അതല്ലാതെ നമ്മളൊരു പുകമറയിൽ നമ്മളെ ഫേക്കാക്കിയിട്ട് കുറേ നമ്മളെ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളിൽ നിന്ന് മുതലെടുക്കുമ്പോൾ ജീവിതം പോകുന്നത് നമ്മുടേതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് ഞാൻ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതുപോലുള്ള ഇൻലോസിനെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. അതല്ലാതെ നോർമലായിട്ട് നല്ല രീതിയിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അപ്പനമ്മമാരെ പറ്റി അല്ല ഈ കാര്യം പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ചില ആളുകൾ, ചിലർ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ട്രെയ്റ്റ്സ് ഉള്ളവർ, അവരുടെ ജീവിതത്തിനും അവരുടെ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ രീതിയിൽ അവർ ചെയ്യുന്നത് കൊണ്ട് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ആ ഒരു ഒരു ടെക്നിക്ക് ഇവർ യൂസ് ചെയ്യും. അതിനകത്ത് അവർ നോക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നയാൾ ഞാനുമായിട്ട് കൂടുതൽ കണക്റ്റഡും അത് എന്നോട് ചേർന്ന് തന്നെ ഇരിക്കണം എന്നുള്ളത്. എതിലേ പോയാലും അവരത് പതുക്കെ അവർ പ്ലാൻ എടുത്ത് സമയമെടുത്ത് അതാക്കി അവർ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനകത്ത് അവർ ചെയ്യുന്ന പണികളൊന്നും പലപ്പോഴും ഈ ആരെയാണോ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാവില്ല, മറ്റേ ആൾക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഇവർ വിക്ടിമാക്കുന്ന ആൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ക്ലിയർ ആയിട്ട് എന്താ സംഭവിക്കുന്നത്, കൂടുതലായിട്ടും ആരെയും ഒത്തിരി അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതലും ഈ സാധാരണയായിട്ടുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കാതെ നല്ല പ്രൊഫഷണൽസ്, എല്ലാവരും ഞാൻ കേപ്പബിൾ ആണ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് സ്പെഷ്യലിസ്റ്റുകളാണ് എന്ന് പറയില്ല, പക്ഷേ നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധങ്ങളെയും റിലേഷൻഷിപ്സിനെയും ഒക്കെ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്പെഷ്യലിസ്റ്റുകളെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും പീസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.